നാളെ നിങ്ങൾക്കൊരു മാത്സ് ടെസ്റ്റ് ഉണ്ട്. പേടിച്ചു പോയോ? നാളെ മാത്സ് ടെസ്റ്റ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ മാത്സ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ എനിക്കിതൊന്നും പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഓർ നാളെ എനിക്കൊരു സയൻസ് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ഞാൻ പുസ്തകം തുറക്കുന്നു, അതേപോലെ അടച്ചു വെക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സോ മാത്സും സയൻസും നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ മാത്സും സയൻസും ഇഷ്ടപ്പെടാത്ത പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, നിങ്ങൾ ഒന്ന് നോക്കിയാൽ ചുറ്റുപാടും നമ്മൾ കുറേ സയൻസും മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിനെ എങ്ങനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ പലതരത്തിലുള്ള സയൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഫോണിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള സെൻസേഴ്സ്, അതൊക്കെ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് ബാറ്ററി ആൻഡ് ഡിസ്പ്ലേ ഒക്കെ നോക്കിയാൽ അത് പലതരം കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പലതും കാണാൻ പറ്റും. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ് അതിൻ്റെ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ വരുന്നത് മൊബൈൽ ഫോണിൻ്റെ. ഇതെല്ലാം സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ സയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഇനി ഒരു ഫുട്ബോൾ കളിക്കുകയാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ ആ ബോളിൻ്റെ മോഷൻ, നിങ്ങൾ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സിൽ കിക്ക് ചെയ്യുന്നു അത്രയും കൂടുതൽ ആ ബോളിന് മോഷൻ ഉണ്ടാവുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്, സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങാണ്. ഓക്കെ, മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ പല പച്ചക്കറിക്കും പലതരം റേറ്റ് ആയിരിക്കും, പലതരം പ്രൈസ് ആയിരിക്കും. നമ്മൾ ഓരോന്നും പലതരം പ്രൈസ് നോക്കി വാങ്ങുമ്പോൾ, ഓരോന്നും കുറച്ച് വാങ്ങുമ്പോൾ അതിനൊക്കെ എത്ര പ്രൈസ് ആവുന്നുണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അവിടെയും നമ്മൾ സയൻസും മാത്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പോയി ഒരു സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫാനും ലൈറ്റൊക്കെ ഓൺ ആവുന്നുണ്ട്, അതിൻ്റെ പിന്നിലും സയൻസാണ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ തവണ സയൻസും മാത്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെങ്ങനെ നമുക്ക് ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചാപ്റ്ററിൽ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്ന സംഭവങ്ങളല്ല സയൻസ് മാത്സ് എന്ന് പറയുന്നത് അല്ലേ? ഇത് നമുക്ക് ചുറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ മാത്സും സയൻസും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ മാത്സും സയൻസും പ്രോബ്ലംസ് കണ്ടാൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, സയൻസിനെ കുറിച്ചും മാത്സിനെ കുറിച്ചൊക്കെ എന്ത് കോൺസെപ്റ്റ് കണ്ടാലും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ ക്യൂബോയിഡിൻ്റെ ഒക്കെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. ക്യൂബോയിഡ് എന്നൊക്കെ പറയുന്നത് 3D ഒബ്ജക്ട്സ് ആണ്. സോ അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് വോളിയത്തിൻ്റെ ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് വേണം ഒരു കോൺസെപ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അതിനെ നമ്മൾ കണക്ട് ടു റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു ക്യൂബ് ഷേപ്പുള്ള ഒരു ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡ് ഷേപ്പുള്ള ഒരു പാത്രം ഉണ്ട്. ആ പാത്രത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ആ പാത്രം നിറയെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം കൊള്ളുന്ന ആ സ്പേസ് ആയിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ പ്രാക്ടീസ് ഇൻ ഫൺ വേസ്, നമ്മൾ ഗെയിംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ പസിൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സയൻസും മാത്സ് കോൺസെപ്റ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി മാത്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പല സ്റ്റുഡൻസും പറയുന്നതാണ് മാത്സ് ഭയങ്കര ടഫാണ്, മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. മാത്സിൻ്റെ കേസിൽ ശരിക്കും എന്താണ്? മാത്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല, മാത്സ് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. ശരിക്കും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത്? ഒരു മാത്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, ഓർ ഫോർമുലാസ് ഒക്കെ മറന്നു പോകുന്നതാണ് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാത്സ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഓക്കെ, ഒരു സ്കില്ല് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വേണം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 6 പാക്ക് വേണം. 6 പാക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നേരെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 6 പാക്ക് ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ 6 പാക്ക് ഉണ്ടാവുള്ളൂ. സോ അതേപോലെ തന്നെയാണ് മാത്സിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ എക്സാമിൻ്റെ തലേന്ന് മാത്രം പോയിട്ട് പഠിച്ചിരുന്ന് എക്സാം അടിപൊളിയാക്കി നല്ല ഫുൾ മാർക്ക് അടിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റില്ല. ഓക്കെ, കാരണം നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാലേ നമുക്ക് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി 1 ചാപ്റ്റർ 1 ഡേ. ഓക്കെ, 1 ചാപ്റ്റർ പെർ ഡേ, അല്ലെങ്കിൽ 1 ടോപ്പിക് പെർ ഡേ അറ്റ്ലീസ്റ്റ്. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാൻ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഹാർഡായിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ എക്സാമ്പിൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിൽ എക്സാമ്പിൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ അടുത്തത് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ കുറച്ച് മീഡിയം ലെവൽ പ്രോബ്ലംസ്, അത് കഴിഞ്ഞിട്ട് ഹാർഡ് പ്രോബ്ലംസ്. ഇങ്ങനെ നിങ്ങൾ ലെവല് പതുക്കെ കൂട്ടി വരണം. ഓക്കെ,
അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഹാർഡ് പ്രോബ്ലം ചെയ്യാൻ നിന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ പറയും അയ്യോ എനിക്ക് പറ്റുന്നില്ല, മാത്സ് ടഫാണ്, ഓക്കെ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അപ്പോൾ തന്നെ പോരും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ബേസ് ലെവലിലുള്ള പ്രോബ്ലം തുടങ്ങി മെല്ലെ ഡിഫിക്കൽട്ടി കൂട്ടി വരണം. ഓക്കെ, അങ്ങനെയാണ് മാത്സിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. ഓക്കെ, റിവിഷൻ നിങ്ങൾ ചെയ്യണം. അതിന് മുന്നേ ആക്റ്റീവ് റീകോൾ ചെയ്യണം. ഓക്കെ, ഒരു കോൺസെപ്റ്റ് പഠിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് തന്നെ ചോദിക്കുക, എന്തായിരുന്നു ഞാൻ പഠിച്ചത്, എന്താണ് ആ ഫോർമുല, എന്താണ് ഇത്, അതെങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾ ആക്റ്റീവ് റീകോൾ മൈൻഡിനോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് മൈൻഡിനോട് ആൻസർ പറയുന്ന രീതിയാണ് എന്ത് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതേപോലെ കൃത്യമായ ഇടവേളകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞൊരു റിവിഷൻ ചെയ്യുക, പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞൊരു റിവിഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് റിവിഷനും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ് സെറ്റും. ഓക്കെ, മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ പറ്റില്ല, നോ എന്ന് പറയാതെ യെസ് ഇതെനിക്ക് പറ്റും, ഓക്കെ മാത്സ് എനിക്ക് പറ്റും, ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മാത്സ് സബ്ജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നല്ലതാണ്, എനിക്ക് എളുപ്പമാണ്, ഞാൻ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റുഡൻസിനും മാത്സും സയൻസും പേടി വരാനുള്ള കാരണം എന്താ, അവർ വിചാരിക്കുന്നത് ഇതെല്ലാം ഞാൻ മെമ്മറൈസ് ചെയ്യണമല്ലോ, ഇനി എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്നോർത്താണ് പലർക്കും ഇത് പേടി വരാൻ കാരണം. പക്ഷേ നമുക്ക് സയൻസിനും മാത്സിനും മെമ്മറി പവറിനേക്കാൾ കൂടുതൽ വേണ്ടത് എന്താണ്, ക്യൂരിയോസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്, ഒരു കാർ റോഡിലൂടെ പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ കാർ അങ്ങനെ പോകുന്നത്? അല്ലെങ്കിൽ ആകാശത്ത് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് ആകാശത്ത് കൂടെ പോകുന്നത്? എന്തുകൊണ്ട് ആ ക്യൂരിയോസിറ്റി അവിടെ വളരണം. ഓക്കെ, അതാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം. എന്തൊരു കാര്യം കണ്ടാലും വൈ എന്ന് ചോദിക്കാൻ പറ്റണം, എന്തുകൊണ്ട് അതങ്ങനെ, ഓക്കെ, അല്ലെങ്കിൽ ഹൗ, എങ്ങനെ അത് സാധിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. നിങ്ങൾ സ്റ്റാർട്ട് ആസ്കിങ് വൈ ആൻഡ് ഹൗ. ഓക്കെ, സയൻസിലും മാത്സിലും എന്ത് കണ്ടാലും വൈ ആൻഡ് ഹൗ. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോർമുലാസ് ഒക്കെ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടാണോ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത്? അല്ല, ഹി ആസ്ക്ഡ് വൈ. ഓക്കെ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വൈ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കണക്റ്റ് ആവുക. സോ സ്റ്റാർട്ട് ആസ്കിങ് വൈ ആൻഡ് ഹൗ, ദെൻ യു വിൽ സീ ദ മാജിക്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സിമ്പിൾ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡെയിലി നിങ്ങൾ വൈ ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക. എന്തിനെങ്കിലും ഒന്നിനെക്കുറിച്ച്, ഒറ്റ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വൈ എന്ന് ചോദിക്കുക. അതിൻ്റെ പിറകിലുള്ള സയൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, വേറെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ വീഡിയോസ് കാണുക, ഷോർട്ട് സയൻസ് വീഡിയോസ് കാണുക, എക്സ്പെരിമെൻറ്റ്സ് കാണുക. എന്നിട്ട് നിങ്ങൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ചെറിയ എക്സ്പെരിമെൻറ്റ്സ്. എന്നിട്ട് അത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു ചെറിയ മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളെ സയൻസിനോട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ ഒന്ന് ടീച്ച് ചെയ്താൽ, പഠിപ്പിച്ചു കൊടുത്താൽ, അതും നിങ്ങളെ സയൻസിലും മാത്സിലും സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ മനസ്സിലാക്കുക, സയൻസ് ആൻഡ് മാത്സ് ആർ നോട്ട് ജസ്റ്റ് സബ്ജക്ട്സ്, ദേ ആർ യുവർ ടൂൾസ് ടു എക്സ്പ്ലോർ, ക്രിയേറ്റ് ആൻഡ് ചേഞ്ച് ദി വേൾഡ്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് വേയിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും എൻജോയ് ചെയ്യാനും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റും നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാത്സോ സയൻസോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ നിങ്ങൾ എത്ര ക്യൂരിയസ് ആണെന്ന്.